ഹായ് ഓൾ, NMMS സൂപ്പർ ലീഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ NMMS എക്സാമിൽ 2 പേപ്പറായിട്ടാണ് ഉണ്ടാവുക, മാറ്റും സാറ്റും. അതിലെ സാറ്റ് സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ആ 2ാമത്തെ പേപ്പറിൽ ടോട്ടൽ 90 ചോദ്യങ്ങൾ ഉണ്ടാകും. അതിലെ 35 ചോദ്യങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ബേസിക് സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരം എഴുതുക എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് ബേസിക് സയൻസിൽ, ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനുകൾ ഒരുപാട് ഉണ്ടാകും. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സെഷനുകൾ ഏതൊക്കെയാണെന്ന്, നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അതിന് ചില എക്സാമ്പിളുകളുമായിരിക്കും നമ്മളിവിടെ കാണിക്കുന്നുണ്ടാവുക. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു നോക്കാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മളെ ഫിസിക്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. നമുക്കറിയാം, ലൈറ്റ് പ്രകാശമുണ്ട്, ഹീറ്റ്, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി, പ്രഷർ ആൻഡ് ത്രസ്റ്റ് മർദ്ദവും വ്യാപക മർദ്ദവും, വേവ് മോഷൻ ആൻഡ് സൗണ്ട് അല്ലെ തരംഗ ചലനവും ശബ്ദവുമായി ബന്ധപ്പെട്ടത്, മാഗ്നറ്റിസം നമ്മുടെ കാന്തികതയുമായി ബന്ധപ്പെട്ടതുണ്ടാകും, മോഷൻ ചലനവുമായി ബന്ധപ്പെട്ടത്, ഫോഴ്സ് അഥവാ ബലം, സോഴ്സ് ഓഫ് എനർജി ഊർജ്ജ സ്രോതസ്സുകൾ. ഇതൊക്കെയാണ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ, ഞാൻ ഒറ്റൊരു എക്സാമ്പിൾ തന്നെ പറയാം, കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഫിസിക്സിലെ ബേസിക് സയൻസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനുകളൊക്കെ നോക്കിക്കേ. നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കേ, പ്രമാണ അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമായ മർദ്ദം. അപ്പം മർദ്ദവുമായി ബന്ധപ്പെട്ട, പ്രഷറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് സ്ഥിരകാന്തം, നമുക്കറിയാം മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ചോദിച്ചത്. കാന്തിക ഫ്ലക്സിനെ കുറിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇനി അതേപോലെ തന്നെ പിന്നെ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ, പരമാവധി സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എത്ര, ചലനവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതേപോലെ ഏത് യൂണിറ്റിലാണ് അളക്കുന്നത്. യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഏരിയയാണ്. അതെന്തായാലും എല്ലാ ഭാഗത്തു നിന്നും എന്തെയും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏത് യൂണിറ്റ് ആണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ശരാശരി ദൂരം അറിയപ്പെടുന്നത്, അതും യൂണിറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഇനി അതേപോലെ തെർമോ ഫ്ലാസ്ക്, ഇവിടെ നമുക്കറിയാം താപവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ സൈഫോണിന്റെ പ്രവർത്തനം, ദ്രാവകമർദ്ദം, അന്തരീക്ഷമർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് ഹൈഡ്രോസ്റ്റാറ്റിക്സ് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അങ്ങനെ പ്രഷറുമായി ബന്ധപ്പെട്ട് കണ്ടോ നിങ്ങൾ. നമ്മൾ പറഞ്ഞ മിക്ക ടോപ്പിക്കുകളിലെയും ചോദ്യങ്ങൾ എന്തുണ്ട്, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത് എന്തിനാ, നമുക്ക് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് വരിക എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം എടുത്തോ നോക്കിയാൽ തന്നെ ഇത്രയും അധികം ക്വസ്റ്റ്യനുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകളുണ്ട്. നമുക്കറിയാം എക്സാം വൈ ലേണിംഗ് ഈ ഒരു ചാനലിൽ തന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് നൽകുന്നുണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ, ഈ ഒരു ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും, നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. തീർച്ചയായിട്ടും അതിലൂടെ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചും ഓരോ ഈ NMMSമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങളുമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അത് പരമാവധി ഉപയോഗപ്പെടുത്തണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കെമിസ്ട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ കെമിസ്ട്രിയിലും ഇതേപോലെ തന്നെയാണ് ചില ടോപ്പിക്കുകൾ. ഒന്ന് മാറ്റർ, നമ്മളെ പദാർത്ഥവുമായി ബന്ധപ്പെട്ടത്, അതേപോലെ ചേഞ്ചസ് അല്ലേ, നമുക്കറിയാം ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റം, രാസമാറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് മൂലകങ്ങൾ, സംയുക്തങ്ങൾ, ഫ്യൂവൽസ് ഇന്ധനങ്ങളുമായി ബന്ധപ്പെട്ടത്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ലോഹങ്ങൾ, അലോഹങ്ങളുമായി ബന്ധപ്പെട്ടത്, കാർബൺ കോമ്പൗണ്ട്സ് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, വജ്രം, അങ്ങനത്തെ ചില സാധനങ്ങളെ കുറിച്ചൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ട്. എയർ ആൻഡ് വാട്ടർ വായു, ജലവുമായി ബന്ധപ്പെട്ടത്. അതേപോലെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് രസതന്ത്ര നിത്യജീവിതത്തിൽ നമുക്കറിയാം ഫൈബേഴ്സുമായി ബന്ധപ്പെട്ട്, പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട ആ ഒരു ഏരിയ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, അവിടെയും ഇത് വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2023 നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്, ഇവിടെ വേർതിരിക്കുന്നത് സെപ്പറേഷൻ ഓഫ് മിക്സ്ചർ ആണ് അല്ലേ. അപ്പോൾ പദാർത്ഥവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ധനങ്ങളെ സംബന്ധിച്ച് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ്, അപ്പോൾ ഫ്യൂവലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ രാസമാറ്റം ഏതൊക്കെയാണ്, കെമിക്കൽ ചേഞ്ചസ് ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനുകൾ. അതേപോലെ തന്നെ പാചകപാത്രങ്ങളിലെ പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്, നമുക്കറിയാം നമ്മളെ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. അതേപോലെ തന്നെ ദ്രവനില ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്, മെറ്റൽസുമായി ബന്ധപ്പെട്ട, ലോഹങ്ങളുമായി ബന്ധപ്പെട്ട
ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതേപോലെ സ്റ്റിബിയം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും പ്രതീകം ലഭിച്ചത് സിമ്പിൾസുമായിട്ട് എലമെന്റ്സിന്റെ സിമ്പിളുമായി എന്തായാലും 100% ഉറപ്പിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ മൂലകങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രതീകം അഥവാ സിമ്പിളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. കോപ്പർ, മെർക്കുറി, ഇരുമ്പ്, അലൂമിനിയം അങ്ങനെ ആ ലോഹങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ കെമിക്കൽ റിയാക്ഷൻ, ഇവിടെ പ്രവർത്തനങ്ങളിൽ വെളുത്ത നിറമുള്ള ഉൽപ്പന്നം പ്രോഡക്റ്റ് വൈറ്റ് കളറുള്ള പ്രോഡക്റ്റ് ഏതാണ് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ എന്ത് ചെയ്യണം നമുക്ക് വേണം. അതേപോലെ തന്നെ 3 ആറ്റങ്ങൾ അടങ്ങിയ തന്മാത്ര ഏത്? അപ്പോൾ തന്മാത്രകളെ കുറിച്ച് നമുക്കറിയാം എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് പഠിക്കുമ്പോൾ തന്നെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് തന്മാത്രകളെ കുറിച്ചുള്ള ഒരു ഐഡിയ അവിടെ വേണം. അപ്പോൾ അതൊക്കെയാണ് കെമിസ്ട്രിയിൽ വന്നിട്ടുള്ള നമുക്ക് ടോപ്പിക്കുകൾ. നിർബന്ധമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം നമുക്കൊരു ഐഡിയ വേണം. കെമിസ്ട്രിയുടെ ക്ലാസ്സുകൾ ഓരോന്നായിട്ട് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന NMMSൽ എക്സാം എഴുതാൻ സാധിക്കുന്ന മുഴുവൻ കുട്ടികൾക്ക് എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊന്ന് ഉപകാരപ്പെടട്ടെ. നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അവർക്കും മറ്റുള്ളവർക്ക് കൂടി പഠിക്കാനുള്ള ഒരു പ്രേരണ എന്ത് ചെയ്യണം നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. ഇനി നമ്മളെ ബയോളജിയുടെ ഭാഗത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അഗ്രികൾച്ചർ കൃഷി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അതേപോലെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പകർച്ചവ്യാധികളെ കുറിച്ച് സ്ഥിരമായി വരുന്നുണ്ട്. സെല്ല് കോശം 100% ഉറപ്പിക്കാൻ പറ്റിയ ഏരിയയാണ് സെല്ലുമായി ബന്ധപ്പെട്ടും വരാറുള്ളത് സ്ഥിരമായിട്ട്. മൈക്രോ ഓർഗാനിസം സൂക്ഷ്മജീവികളുമായി ബന്ധപ്പെട്ടതുണ്ട്. ബോഡി സയൻസ് ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ട്. എൻഡോക്രൈൻ ഗ്ലാൻസ് അന്തസ്രാവി ഗ്രന്ഥികൾ. പ്ലാൻ മൂവ്മെന്റ് സസ്യങ്ങളിലെ ചലനം. റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം. ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണം. ഇതൊക്കെയാണ് ബയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാം. കുമിളുകൾ ഉൾപ്പെടുന്ന കിങ്ഡം ആണ് അല്ലെ. നമുക്കറിയാം ഫഞ്ചെ, പ്രോട്ടിസ്റ്റ സൂക്ഷ്മജീവികളുമായി മൈക്രോബ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പെരിസ്റ്റാൾസിസ് നമ്മളെ ബോഡി സയൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ കായിക പ്രത്യുൽപാദനം നടത്തുന്നത് അല്ലെ. നമുക്കറിയാം റീപ്രൊഡക്ഷനുമായിട്ട് പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇനി 2 കോശങ്ങൾ കണ്ടോ കോശങ്ങളുമായി ബന്ധപ്പെട്ട ഇവിടെ എന്താണ് ഈ പറഞ്ഞ 2 കോളങ്ങൾ തമ്മിൽ ചേരുംപടി ചേർത്ത് ശരിയായ ഓപ്ഷൻ സെറികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ അങ്ങനെയുള്ളത് നമുക്കറിയാം സസ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇരട്ട സ്ഥലമുള്ള കോശാംഗം അഥവാ കോശങ്ങളുമായി സെല്ലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ സസ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടത് പ്ലാന്റ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ചുവടെ നിൽക്കുന്ന കൃഷിരീതി കൃഷിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ കോശം, അവയവം, ജീവി നേരത്തെ പറഞ്ഞ പോലെ കലകളുമായിട്ടും ബോഡിയുമായിട്ടും നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യനുകൾ അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ സ്ഥിരമായിട്ട് വരുന്ന പല ഏരിയകളും നമുക്ക് ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യാൻ പറ്റും നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് സയൻസ് ആൻഡ് മാത്സിൽ അതേപോലെയുള്ള NMMS പോലുള്ള കോമ്പറ്റീഷൻ എക്സാം ആണെങ്കിൽ അവിടെ സോഷ്യൽ സയൻസ് അതേപോലെ തന്നെ മാറ്റ് പോലെയുള്ള മുഴുവൻ കാര്യങ്ങളും വെറുതെ കുറേ ക്ലാസ്സുകൾ പറയും മാത്രമല്ല ക്ലാസ്സുകൾക്കപ്പുറത്ത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കപ്പുറത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യും നടത്താറുണ്ട്. അത് നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വാട്സപ്പിൽ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക ഒന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ആയിരക്കണക്കിന് കുട്ടികൾക്ക് നമ്മുടെ ചാനൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവരുടെ വിജയ ദിവസം നമ്മൾ അറിയിക്കാറുണ്ട്. അപ്പം അടുത്ത ഒരു NMMSൽ വിജയികളാവേണ്ടവരാണ് നിങ്ങളൊക്കെ. നമുക്ക് എന്ത് ചെയ്യണം ഇതേപോലെ ഏറ്റവും അത് ഉപകാരപ്പെടുത്തിക്കൊണ്ട് അത് നമുക്ക് സ്കൂളിലെ പഠനത്തിന് ഉപകാരപ്പെടും. നമ്മുടെ കോമ്പറ്റീഷൻ എക്സാമിൽ സ്കോളർഷിപ്പോട് കൂടിയിട്ട് വർഷം 12,000 രൂപ ലഭിക്കുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം ആ സ്കോളർഷിപ്പ് എക്സാം നമ്മൾ പാസ്സാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും മാറ്റാവട്ടെ സാറ്റാവട്ടെ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ എന്തുണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മെൻഡി ക്വിസുകളും അതേപോലെയുള്ള ഒരുപാട് രസകരമായ ലൈവ് ക്ലാസ്സുകളും ഒക്കെ നമുക്ക് ഇപ്രാവശ്യം എന്ത് ചെയ്യണം NMMS തകർത്ത് എഴുതിയെടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ നമ്മുടെ കൂട്ടുകാർ കൂടി എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്